ജനങ്ങൾക്കൊപ്പം. വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്. സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതിയുടെ കീഴിൽ ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് എന്ന കോഴ്സിന്റെ വിശദ വിവരങ്ങൾ കേൾക്കാം. സംസാരിക്കുന്നു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രശാന്ത് കുമാർ. ഈ വിഷയത്തിലുള്ള പരിപാടിയുടെ അവസാന അധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമസ്കാരം. സാക്ഷരതാ മിഷന്റെ ഇത്തരത്തിലുള്ള പദ്ധതികൾ എത്രത്തോളം ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്? ഇത് ജനങ്ങളിൽ എത്തിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള പരസ്യ പ്രചാരണങ്ങളാണ് സാക്ഷരതാ മിഷൻ ഒരുക്കിയിട്ടുള്ളത്? ഈ സ്മാർട്ട് കോഴ്സ് ഓഫീസ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് എന്നുള്ള കോഴ്സ് ഞാൻ പറഞ്ഞു, ഇത് ആദ്യമായിട്ട് വയനാടാണ് തുടങ്ങുന്നത്. നമുക്കറിയാം, പരസ്യങ്ങളിലൂടെയാണ് പല കോഴ്സുകളും ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ വിജയിക്കുന്നത് അവരുടെ പരസ്യങ്ങളിലൂടെയാണ്. സർക്കാരിൻ്റെ സാക്ഷരതാ മിഷൻ്റെ ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പരിമിതികളുണ്ട്. വലിയ തുക മുടക്കിക്കൊണ്ടുള്ള പരസ്യങ്ങളൊക്കെ ചെയ്യാൻ പരിമിതികളുണ്ട്. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഒരു ബാച്ച് കഴിയുമ്പോൾ തന്നെ ഈ വരുന്ന ആളുകൾ പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ പ്ലേസ്മെൻറ്റിലൂടെ ജോലിയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ ആളുകൾ അന്വേഷിച്ച് വന്ന് ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഈ കോഴ്സിനെ മാറ്റും. എന്നിരുന്നാലും നമ്മളിപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പദ്ധതി തുക നീക്കി വെച്ചുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും കത്തയക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ ഭരണസമിതിയുടെ കാലാവധി തീരാറായി. ഇപ്പോൾ ഒരു ഭരണസമിതി തീരുമാനമെടുത്ത് തന്നാൽ അടുത്ത റിവിഷനിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത പദ്ധതിയിലോ ഉൾപ്പെടുത്തി തുക കൈമാറാം, ഇത്ര പേർക്ക് അഡ്മിഷൻ നൽകണം, അതായത് ഒരു വാർഡിൽ ഒരു 5 പേരെയെങ്കിലും വെച്ച് ഈ കോഴ്സിലേക്ക് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കത്ത് കൊടുക്കുന്നത്. അപ്പം പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം ഞങ്ങൾ ഉടനെ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട ഓഫീസുകളിലും ഒരു പോസ്റ്റർ തയ്യാറാക്കി പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പതിക്കാൻ നമ്മുടെ പ്രേരകുമാർ വഴി ആ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, പരസ്യത്തിന് പരിമിതികളുണ്ട്. എന്നിരുന്നാലും ഒരു പുതിയ കോഴ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലും ചുരുങ്ങിയത് 3 ബാനറുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കോഴ്സ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ബാനറുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന പ്രേരകുമാരുടെ അവലോകന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ പത്രമാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ റേഡിയോ വഴിയൊക്കെ ഉള്ള പ്രചരണവും ഞങ്ങൾ നന്നായിട്ട് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത്, ഇത് അറിയുന്ന ആളുകൾ അറിയാത്തവരിലേക്ക് ഇങ്ങനെയൊരു കോഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം കൂടി ഏറ്റെടുക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ. പഴയ കാലഘട്ടത്തിൽ ഒരുപാട് കോഴ്സുകൾ പഠിക്കാൻ ആളുകൾ പോകാറുണ്ട്. ഇതുപോലെ 6 മാസത്തെ 1 വർഷത്തെ കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ആ സർട്ടിഫിക്കറ്റ് അവർ സൂക്ഷിച്ച് വെക്കുന്നതിൽ അപ്പുറത്തേക്ക് അവർക്ക് ജോലി ലഭിക്കാറില്ല. സർട്ടിഫിക്കറ്റുകളുടെ കാലവും ഒരുപക്ഷെ തീരാൻ പോകാൻ തോന്നുന്നു. കാരണം പഠിച്ച് പുറത്തിറങ്ങിയ ഒരാളുടെ കഴിവാണ് ശരിക്കും പ്രദർശിപ്പിക്കേണ്ടത്. അത് ഉടൻ തന്നെ ജോലി ലഭിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റിലേക്കാണ് വരുന്നത്. നമുക്ക് സാക്ഷരതാ മിഷൻ ഈ കോഴ്സ് കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നവർക്ക് ജോലി ഉറപ്പാക്കാൻ ഇടപെടൽ നടത്തുമോ? തീർച്ചയായും. അതാണ് ഞങ്ങളുടെ ഈ കോഴ്സിൻ്റെ ലക്ഷ്യം തന്നെ. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. തുല്യതാ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്കിപ്പോൾ ഒരു ആത്മവിശ്വാസം, തുല്യത എനിക്കത് കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം തുല്യതാ കോഴ്സിലൂടെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തൊഴിലിൽ പ്രവേശിച്ച് സ്വന്തമായിട്ട് വരുമാനം ലഭിക്കുന്ന ഒരു കാര്യം കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സാക്ഷരതാ മിഷൻ ഈ കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബാച്ച് എന്നുള്ള രീതിയിൽ അതിലുള്ള മുഴുവൻ ആളുകളെയും വിവിധ തൊഴിലുകളിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ജില്ലയിലെ ഓഫീസുകൾ, ഇനി ജില്ലയ്ക്ക് പുറത്ത് നിന്ന് ആവശ്യം വന്നാൽ അവിടത്തേക്കും പോകാൻ തയ്യാറുള്ളവർക്ക് പുറത്തും പോയി ജോലി ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് പ്ലേസ്മെൻറ്റ് എന്നുള്ളത് നല്ലൊരു പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് അത് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കോഴ്സ്, അതായത് വലിയ പരസ്യങ്ങളിലൂടെയല്ല, അത് പ്രാക്ടിക്കലായി നടപ്പിലാക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കോഴ്സാണെന്നുള്ള സന്ദേശം സമൂഹത്തിൽ എത്തിക്കാനുള്ളൊരു ശ്രമം
ശ്രമമാണ് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തുന്നത്. ഈ കോഴ്സുകളുടെ പേരുകൾ നമുക്കൊന്നും കൂടെ ഒന്ന് പറയാം. സ്മാർട്ട് എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ പേരാണ്. സ്മാർട്ട് പദ്ധതി. കോഴ്സിന്റെ പേര് ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ്. ഇതാണ് കോഴ്സിന്റെ പേര്. ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ സൂചിപ്പിച്ചു MS ഓഫീസിൽ വേർഡ്, എക്സൽ, പവർ പോയിന്റ് തുടങ്ങിയ അടിസ്ഥാനപരമായ എല്ലാ ടൂളുകളും പരിചയപ്പെടുത്തും. ഇമെയിൽ അതിൽ വരും. ഇപ്പോൾ നമുക്കറിയാം ഇമെയിൽ അയക്കാനും അതുപോലെ തന്നെ ഇമെയിൽ സ്വീകരിക്കാനും ഡൗൺലോഡ് ചെയ്യാനും അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരും. പിന്നെ ഫൗണ്ടേഷൻ ഓഫ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുമ്പോൾ പിന്നെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ അതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സഹായകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ടൂളുകളും അതിൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ DTP എന്ന് പറയുമ്പോൾ ഒരു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യുക, സ്ഥാപനങ്ങൾക്ക് അത് ആവശ്യമാണ്. പിന്നെ ഡിസൈൻ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ ടൂൾസ് മുഴുവൻ പരിചയപ്പെടുത്തി അവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമുണ്ടാവും. മലയാളം ടൈപ്പ് റൈറ്റിംഗ്, അതിന് ISM മലയാളം, അത് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഡാറ്റ എൻട്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓഫീസിലേക്ക്, ഏതൊരു ഓഫീസായാലും അവിടേക്ക് വേണ്ട അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ടാലിയുടെ ടൂൾസ് ഉൾപ്പെടെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കോഴ്സ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഡാറ്റ എൻട്രിക്കൊക്കെ വലിയ സാധ്യത കൂടി വരുന്നൊരു സമയം കൂടിയാണ്. വിവിധ കമ്പനികളുടെയൊക്കെ ഡാറ്റ ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളെ സമീപിക്കുന്നൊരു സമയം കൂടിയാണ് ഇപ്പം ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനികളൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ വീട്ടിലിരിക്കുന്ന ആളുകൾക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ, കുട്ടികളെയൊക്കെ നോക്കി അവരുടെ വീട്ടിലെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇത്തരം ജോലികളിൽ ഏർപ്പെടാൻ പറ്റും. കാരണം ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് MS ഓഫീസ്, വേർഡ്, എക്സൽ, അപ്പം ചെറിയ അക്ഷയുടെ ചെറിയ കുറേ കാര്യങ്ങളൊക്കെ ഈ കോഴ്സൊക്കെ പഠിച്ചാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. പിന്നെ ഏതൊരു കോഴ്സും നമ്മൾ പഠിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ജോലി സാധ്യത പോലും ലഭിക്കില്ല. കാരണം പ്രാക്ടീസിലൂടെ, നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് അവർക്ക് സ്പീഡൊക്കെ, ഇപ്പം ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ്, ഇപ്പം ISM മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാമെന്ന് പറഞ്ഞു. ഒരു പേജ്, പിന്നെ ഒരു A4 സൈസ് ഒരു പേജ് ടൈപ്പ് ചെയ്യാൻ ചിലപ്പം അരമണിക്കൂറൊക്കെ എടുക്കും. പക്ഷേ അത് നിരന്തരമായ പ്രാക്ടീസിലൂടെ ഈ അരമണിക്കൂർ എന്നുള്ളത് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ഓരോ കീപാഡും കാണാതെ തന്നെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനവും സഹായവും ഒക്കെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പരമാവധി അവരെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ കോഴ്സിൻ്റെ അഡ്മിഷനിലേക്ക് വരാം. അഡ്മിഷൻ ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ടോ? ഏത് തീയതിയിലാണ് അവസാനിക്കുന്നത് എന്നുള്ള കാര്യം, എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ള കാര്യം? സ്മാർട്ട് കോഴ്സിൻ്റെ ഓഫീസ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് ഞാൻ പറഞ്ഞു, സംസ്ഥാനതല ഉദ്ഘാടനം ഇപ്പം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ അഡ്മിഷൻ്റെ നടപടിക്രമത്തിന് വേണ്ടി ജില്ലാതലത്തിലൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അഡ്മിഷൻ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും തീർത്ത് അഡ്മിഷൻ എടുക്കാൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. അത് സാക്ഷരതാ മിഷൻ്റെ ജില്ലാ ഓഫീസ് വഴി അത് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പ്രവർത്തിക്കുന്ന പ്രേരകന്മാരെ സമീപിച്ചാൽ അവർ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരും. ഇപ്പം സാക്ഷരതാ മിഷൻ്റെ വെബ്സൈറ്റ് www.literacymissionkerala.org എന്നുള്ള ആ സൈറ്റ് വഴിയാണ് ഈ അഡ്മിഷൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ലിങ്ക് നൽകുന്നത്. ഇപ്പം നമ്മൾ കെൽട്രോണാണ് ഈ ലിങ്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ നടപടികൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള, ഇതിനകം തന്നെ ഒരു 200ഓളം പേര് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള 200ഓളം പേര്. പിന്നെ വിവിധ സബ് സെൻ്ററുകൾ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ, രജിസ്ട്രേഷൻ ആനുപാതികമായി ഓരോ 50 പേരുമുള്ള മേഖലയിൽ സബ് സെൻ്റർ, അതിന് അടിസ്ഥാന സൗകര്യമൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കി തരികയാണെങ്കിൽ സബ് സെൻ്ററുകൾ ആരംഭിക്കാം. 50 പേരുള്ള സ്ഥലങ്ങളിലൊക്കെ സബ് സെൻ്ററുകൾ ആരംഭിക്കാനുള്ള തീരുമാനങ്ങളും ഇപ്പം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ കോഴ്സിൻ്റെ ഫീസിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ഒപ്പം ക്ലാസ്സുകൾ ഏതൊക്കെ സമയത്താണ് ക്രമീകരിച്ചിരിക്കുന്നത്, പാർട്ട് ടൈമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ ഒക്കെയുള്ള കാര്യം. ജനറൽ വിഭാഗക്കാർ 6500 രൂപയാണ് കോഴ്സ് ഫീസ്. തുല്യതാ പഠിതാക്കളാണെങ്കിൽ 1500 രൂപ ഫീസിൽ കൺസെഷൻ ഉണ്ട്. അവർ 5000 രൂപ അടച്ചാൽ മതിയാവും. SC/ST വിഭാഗക്കാർ കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല, അവർക്ക് തികച്ചും സൗജന്യമാണ്. എന്നാൽ എല്ലാ വിഭാഗക്കാരും രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ
അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരീക്ഷാ ഫീസ് 500 രൂപയും എല്ലാ വിഭാഗക്കാരും അടയ്ക്കേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി സഹായിക്കുകയാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ ഫീസും കോഴ്സ് ഫീസും പരീക്ഷാ ഫീസും ഉൾപ്പെടെ മുഴുവനും സൗജന്യമായിട്ട് നൽകാൻ സാധിക്കും. പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 2 ബാച്ചുകൾ, മോർണിംഗ് ബാച്ച്, ആഫ്റ്റർനൂൺ ബാച്ച്, ഇങ്ങനെ 2 ബാച്ചുകളായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുക. 10 മണി മുതൽ 1 മണി വരെ ഒരു ബാച്ച്, 2 മണി മുതൽ 5 മണി വരെ ആഫ്റ്റർനൂൺ ബാച്ച്. ഇങ്ങനെയാണ് ഈ ബാച്ചുകൾ, റെഗുലർ ബാച്ചുകൾ. പിന്നെ അവധി ദിവസങ്ങളിലെ ബാച്ച്, ശനി ഞായർ ദിവസങ്ങളിലെ ബാച്ചുകൾ ഫുൾ ഡേ ക്ലാസ്സുകളായിരിക്കും നടക്കുക. ഇപ്പം ജോലിക്കാർക്ക്, വിദ്യാർത്ഥികൾക്കൊക്കെ അവധി ദിവസങ്ങളായിരിക്കും താല്പര്യം, അവർക്ക് വേണ്ടി പ്രത്യേക ബാച്ച് അവധി ദിവസങ്ങളിൽ നൽകുന്നതാണ്. ഇപ്പം ക്ലാസ് ആദ്യം ആരംഭിക്കുന്നത് പൈലറ്റ് കോഴ്സ് എന്നുള്ള രീതിയിൽ ഉദ്ഘാടനം നടന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ പരിശീലന കേന്ദ്രം, കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലുള്ള മില്ലുമുക്ക് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പരിശീലന കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് ആദ്യ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നൽകുക. പിന്നെ രജിസ്ട്രേഷൻ ആനുപാതികമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സബ് സെൻ്ററുകളും ആരംഭിക്കുന്നതാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചിരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ ഫീസ് ഇളവ് ലഭിക്കുമെന്ന്. അത് SST ഉൾപ്പെടെ ജനറൽ ഉൾപ്പെടെയുള്ള വിഭാഗക്കാർക്ക് ലഭിക്കുമോ എന്നുള്ളതുകൊണ്ട്. ഒപ്പം ഏതെങ്കിലും പഞ്ചായത്ത് ഈ ഒരു രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടോ? തീർച്ചയായും. നമ്മുടെ ഉദ്ഘാടനം നടന്നത് ഞാൻ പറഞ്ഞു, കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ മില്ലുമുക്ക് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. ആദ്യത്തെ പഠിതാവായിട്ട് രജിസ്ട്രേഷൻ നടത്തിയത് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രജിതയാണ്. മാത്രമല്ല, കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഒരു വാർഡിൽ നിന്ന് 5 പേർക്ക് വീതം ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഭരണസമിതി തീരുമാനം ലഭ്യമാക്കിയാൽ തീർച്ചയായിട്ടും 18 വാർഡുകളാണുള്ളത്. 90 പേർക്ക്, കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലുള്ള 90 പേർക്ക് സൗജന്യമായിട്ട് പഠനം നടത്തുവാനുള്ള അവസരം കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയാണ്. അതുപോലെ തന്നെ തൊണ്ടർനാട് എന്ന ഗ്രാമപഞ്ചായത്ത്, തൊണ്ടർനാട് ഇപ്പോൾ ഒരു കെട്ടിടം, വിദ്യാകേന്ദ്രത്തിന് വേണ്ടി പണിത കെട്ടിടമാണ്, അവിടെ സബ് സെൻ്റർ അനുവദിക്കണമെന്നുള്ള ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പട്ടികവർഗ വിഭാഗക്കാർ കൂടുതലുള്ള മേഖലയിൽ പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്, ഒരു സബ് സെൻ്ററായിട്ട് തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും ഞങ്ങൾ ഇപ്പം കത്ത് തയ്യാറാക്കി എല്ലാ സ്ഥലങ്ങളിലും പ്രോജക്റ്റ് ആനുകൂല്യം നൽകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് ഇപ്പം അയക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് കൂടുതൽ പേർക്ക് ഈ സൗജന്യമായിട്ട് പഠിക്കാനുള്ള സഹായം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായി പഠിപ്പിക്കുന്ന സെൻറ്ററുകളിലും ഫീസ് അടച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഈ പദ്ധതിയിൽ പ്രയോജനം ലഭിക്കാത്ത ആളുകൾക്കും അവിടെ പഠിക്കാൻ കഴിയുമോ? തീർച്ചയായും. നമ്മളിപ്പോൾ ഒരു പഠന കേന്ദ്രം, സബ് സെൻറ്റർ അനുവദിച്ചാൽ ഇപ്പോൾ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമാണ് നൽകുന്നതെങ്കിൽ പോലും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിൽ ജനറലായിട്ട് ഫീസ് അടച്ചുകൊണ്ട് അഡ്മിഷൻ എടുത്ത ഒരാളുണ്ടെങ്കിൽ അവർക്ക് തൊട്ടടുത്ത പഠന കേന്ദ്രം ഏതാണോ, സബ് സെൻറ്റർ ഏതാണോ അവിടെ പഠിക്കാൻ സാധിക്കും. ഇപ്പം കണിയാമ്പറ്റ ജനറലായിട്ട് അഡ്മിഷൻ എടുത്ത ആളുകളുണ്ടെങ്കിൽ കണിയാമ്പറ്റ പ്രോജക്റ്റിൻ്റെ കൂടെ അവരെയും അവിടെ പഠിപ്പിക്കും. അപ്പം തൊട്ടടുത്തുള്ള സബ് സെൻറ്റർ, നമ്മൾ അനുവദിച്ച സബ് സെൻറ്റർ ഏതാണോ അവിടെ പഠനം നടത്താനുള്ള അനുമതി ഞങ്ങൾ നൽകുന്നതാണ്. നമ്മുടെ ഈ കോഴ്സിൻ്റെ ആദ്യ ബാച്ച് എന്നാണ് ആരംഭിക്കുക? അതുപോലെ അതിന് ശേഷമുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ? നമ്മളൊരു പുതിയ ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ലിങ്ക് ഉടനെ നമ്മുടെ സൈറ്റിൽ ഉണ്ടാവും. നമുക്ക് സെപ്റ്റംബർ 30 വരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി. ഇപ്പം താല്പര്യമുള്ളവർക്ക് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആദ്യം പ്രവേശനം നൽകും. പിന്നീട് ഓൺലൈൻ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നൽകും. അഡ്മിഷൻ സെപ്റ്റംബർ 30 പൂർത്തിയായി കഴിഞ്ഞാൽ ഒക്ടോബർ മാസം തന്നെ ആദ്യ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കും. ഓക്കെ, എന്തായാലും സാക്ഷരതാ മിഷൻ വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കം കുറിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒപ്പം ഇത് കേൾക്കുന്ന ശ്രോതാക്കളൊക്കെ ഇത് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് റേഡിയോ മാറ്റിൽ ശ്രോതാക്കളോട് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് പറയാനുള്ളത്? ശ്രോതാക്കളോട് പറയാനുള്ളത്, അവസരം ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല. നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കോഴ്സാണ്. ഈ ആദ്യത്തെ ചാൻസിൽ തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്തുക
പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഏത് പ്രായത്തിലും നമുക്ക് ജോലി സാധ്യതയുള്ള, ഇപ്പം സർക്കാർ ഓഫീസുകളിൽ മാത്രമല്ലല്ലോ ജോലി സാധ്യത, വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി സാധ്യതയുണ്ട്. ഇപ്പം റിട്ടയർഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പം LLB കോഴ്സിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഈ കമ്പ്യൂട്ടർ മേഖലയിലും വന്നു കഴിഞ്ഞാൽ വലിയ വലിയ സ്ഥാപനങ്ങളിൽ അവർക്ക് ജോലി ഉറപ്പാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും നല്ല ഒരു കോഴ്സായിട്ടാണ് ഞങ്ങളിത് അവതരിപ്പിക്കുന്നത്. ബാക്കിയുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. അവസരം നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. സ്മാർട്ട് ഓഫീസ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ്, ഈ പേര് ഓർത്തിരിക്കുക. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കോഴ്സ്. കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സ് പോലെ അല്ല ഇത്. ഞങ്ങൾ ഇതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഈ പ്രയോജനം ലഭിച്ച ആളുകൾ വഴി വലിയൊരു പ്രചരണം ഈ കോഴ്സിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. സാക്ഷരതാ മിഷൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ കൊടുന്നു. ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ എൻ്റെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് എൻ്റെ നമ്പറാണ് ഇപ്പം നമ്മൾ ആദ്യ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. അത് ഞാൻ പറയാം: 99 61 477 376. ശ്രോതാക്കൾ കേട്ടത് സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതിയുടെ കീഴിൽ ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് എന്ന കോഴ്സിന്റെ വിശദാംശങ്ങളായിരുന്നു. ഈ പരിപാടിയിൽ സംസാരിച്ചത് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രശാന്ത് കുമാർ. ജില്ലാ സാക്ഷരതാ മിഷനും സ്മാർട്ട് പദ്ധതിക്കും റേഡിയോ മാറ്റുലിയുടെ ആശംസകൾ. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. സർക്കാരിന്റെ മറ്റൊരു വകുപ്പിലെ സേവനങ്ങളും പദ്ധതികളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്.